ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപനങ്ങളുമായി UDF സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. യാത്രയുടെ വിശദാംശങ്ങൾ പക്ഷേ പിന്നീട് അറിയിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശമാരുടെ ഓണറേറിയത്തിൽ പ്രതിമാസം 3000 രൂപയുടെ മാത്രം വർധനവ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഥമ പരിഗണന ജനകീയ വിഷയങ്ങൾക്കായിരുന്നു. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 ഗ്യാരണ്ടികളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ പ്രതിമാസം 3000 രൂപ വർദ്ധിപ്പിച്ചു. 21,000 രൂപയാക്കി ഉയർത്തണം എന്നതായിരുന്നു ആശമാരുടെ ആവശ്യം. ഇത് ഘട്ടം ഘട്ടമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ സ്കൂൾ പാചകത്തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഉൾപ്പെടെ ഓണറേറിയത്തിൽ 1000 രൂപ പ്രതിമാസം വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയപരമായ തീരുമാനവും മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. കഴിഞ്ഞ സർക്കാരിന്റെ നവകേരള യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വെച്ച് ബസ്സിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിലെ കേസ് പുനരന്വേഷിക്കാനാണ് തീരുമാനം. അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസം 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞയും 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. G. സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സർക്കാരിന്റെ ബജറ്റ് സമ്മേളനവും ആരംഭിക്കും. പുതിയ അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് T. ആസിഫ് അലിയെയും നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.